നമ്മളിപ്പോൾ ഉള്ളത് കൊമേഴ്സ്യൽ സ്ട്രീറ്റിലെ ശിവാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബെന്നാർഘട്ട നാഷണൽ പാർക്ക്, അവിടെ സൂ ഒക്കെ ഉണ്ട്, ഇത് കാണാനായിട്ട് പോവുകയാണ്. ബെന്നാർഘട്ട സൂ റെസ്റ്റോറൻറ്റ് ലോഞ്ച്. അമ്പലം ഒന്നുമല്ല, അവിടെ ഒരു അമ്പലമുണ്ട്, അത് നമ്മൾ അവിടെ വെച്ച് കണ്ടായിരുന്നു. ഇത് ബെന്നാർഘട്ട പാർക്കിനോട് സൂവിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആണെന്ന് കഴിച്ചിട്ട് അതിനകത്തോട്ട് കയറാനായിട്ട് ഇവിടോട്ട് വന്നിരിക്കുകയാണ്. പാർക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ബാംഗ്ലൂർ ഡേ 2 നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. പാർക്ക് ബെന്നാർഘട്ട സൂവിൻ്റെ അടുക്കലുള്ള ഹോട്ടലാണ്. കണ്ടിട്ട് കുഴപ്പമില്ല, ആഹാരം വന്നിട്ട് പറയാം. ജീര റൈസ് ഉണ്ട്, കർഡ് റൈസ് ഉണ്ട്, ജീര റൈസ് മേടിച്ചിട്ട് ചിക്കൻ ഫ്രൈയും നമ്മൾ ഓർഡർ ചെയ്ത കമ്പി പോലും ചിക്കൻ ക്ലിയർ അല്ല, ഹോട്ട് ആൻഡ് സോർ. കൊച്ചുനാക്ക് പൊള്ളിയിരിക്കുകയാണ്. സൂപ്പിലല്ലേടാ. ഇപ്പോൾ നമ്മൾ ചോറിനിട്ട് ബെന്നാർഘട്ട സൂവിലോട്ട് പോവാണ്. ഇവിടെ കടുവ, പുലി, ആന, മയിൽ, ഒട്ടകം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഉണ്ടോന്ന് അറിയാം. ഒട്ടകം ഇല്ലാലും ജിറാഫെങ്കിലും ഉണ്ട്. അപ്പോൾ എന്തുവാന്ന് നോക്കാം. നമുക്ക് അങ്ങോട്ട് കയറാം. എന്നിട്ട് ടിക്കറ്റ് എടുക്കണമായിരിക്കും. ഇന്നലെ കൊട്ടാരത്തിൽ പോയി പണി പാളിയതുപോലെ ആവരുതെന്ന് വിചാരിച്ച് കയറാം. ബസ്സിൽ വരുന്നവർക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് കയറി വരാം. നമ്മൾ കവാടത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. ടിക്കറ്റ് ഇനി അവിടെ ചെന്നിട്ടായിരിക്കും എടുക്കേണ്ടത്. ഇവിടെ രണ്ട് സൈഡിലും നിറയെ കടകളൊക്കെ ഉണ്ട്. കണ്ടോ, പിള്ളേരെ പറ്റിക്കുന്ന കടകൾ. രണ്ട് സൈഡിലും നിറയെ കടകളാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാംഗോയുണ്ട്. ഇതാണ് ഇതിന്റെ മാപ്പ്. ഇതിനകത്ത് ആനയും പുലി കടുവയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കടുവയല്ലേ? ഇതിന്റെ എൻട്രൻസ് ഇതാണ്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എത്രയാണെന്ന് അറിയത്തില്ല, 200 രൂപയാന്ന് തോന്നുന്നു. ഇതാണ് 100 ഏക്കറുണ്ട്. 2.5 കിലോമീറ്റർ എന്തോ ആണ് ഇതിന്റെ ചുറ്റളവ്. അതിനകത്ത് ആന, പുലി, കടുവ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റിൻ്റെ റേറ്റ് 200, 350. സൂ മാത്രം ടിക്കറ്റിന് നമുക്ക് 100 രൂപയുള്ളൂ. നമ്മൾ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തോട്ട് കയറുവാണ്. ബസ് സഫാരിക്കൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട്. കാർ, ബസ്. നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് വേണ്ട 100 രൂപ കൊടുത്താൽ ഒരാൾക്ക് 100 രൂപയ്ക്ക് ഇതിനകത്ത് കയറി പോകാൻ പറ്റും. വെളിയിൽ റേറ്റ് കൂടുക. കാറും ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് റേറ്റ് കൂടുതൽ. ഇതാകുമ്പോൾ ഒരാൾക്ക് 100 രൂപ. ഇവിടെ കുറച്ച് സീബ്ര ഇപ്പോൾ ഉണ്ട്. സീബ്രയുടെ അപ്പുറത്ത് കുറച്ച് ജിറാഫും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള വണ്ടിയാണിത്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. നമ്മളെ വണ്ടിയല്ല, നമ്മളെപ്പോലുള്ള ആളുകൾക്ക്. നമ്മുടെ വണ്ടി ഇതോ വന്നിട്ടുണ്ട്. ഇതോ ബന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി വന്നു. നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുന്നു ഗായ്സ്. അടുത്ത നമ്മള് സീബ്രയെ കണ്ടുകൊണ്ട് നമ്മള് നേരെ ജിറാഫിനെ കാണാൻ പോണു. നമ്മളിവിടെ വന്നപ്പോഴത്തേന് ജിറാഫ് അങ്ങോട്ട് നോക്കി നിൽക്കുവാന്നല്ലോ. ഇങ്ങോട്ട് നോക്കടാ ജിറാഫെ. എവിടെ? ഒട്ടകപ്പക്ഷി നമ്മുടെ ദേശീയ പക്ഷിയാണ്. ഒട്ടകങ്ങൾ
എന്നും ഒരു വീക്ക്നെസ് ആയിരുന്നു ഒട്ടകപ്പക്ഷി. ഓ ജിറാഫേ കണ്ട, 2 ജിറാഫ് ഇവിടെ ഉണ്ട്. സത്യസന്ധമാണ്, ഒറിജിനൽ ജിറാഫാ. കാലൊക്കെ അനക്കുന്നുണ്ട്. ഒരു ഡൈനോസർ. ഇത് ജീവനുള്ളത് വല്ലതും ഉണ്ടോ ഇവിടെ? വേറെ 2 എണ്ണം ഉണ്ടായിരുന്നു. വനം കാടാണ്, കാട്. അതാണ് നമ്മുടെ ടൈഗർ താഴെ കിടന്ന് ഉറങ്ങുന്നത്. മുരുക മുരുക പുലി മുരുക. ഇതിന് ഉണ്ട് അവിടെ. ഇതിന്റെ ഗുഹയുണ്ട്, ഗുഹ. പക്ഷെ അതിന്റെ ഗുഹയുടെ വാതിൽ എല്ലുമുട്ടൊന്നും കാണുന്നില്ല. കടുവ കിടപ്പുണ്ട്, കണ്ടോ? കടുവയുടെ ഗുഹയുണ്ട്. ഗുഹയുടെ ഫ്രണ്ടിൽ നമ്മൾ പണ്ട് ബാലരമയ്ക്കകത്ത് കണ്ട പോലുള്ള എല്ലും അസ്ഥികൂട്ടം ഒന്നും കാണുന്നില്ല. കാട്ടിലെ ഏറ്റവും അപകടകരമായ ജീവി വന്നിരിക്കുന്നു. കരടി കരടി കരടി. നടന്നു വരുന്ന ഒരു കരടി. എന്തേ? ഈ കരടിയാണ് പണ്ട് നമ്മൾ ചത്തപോലെ കിടന്നപ്പം തിന്നാതെ പോയ കരടി. ചൂട് കാരണം വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്ന കരടി. ഇതാ വരുന്ന കരടി കരടി കരടി. വേറെ കരടി കരടി. ഇവിടെ വാടാ. പണ്ട് ഇതിന്റെ നെഞ്ചത്തെ രോമം പറിച്ചിട്ട് ഏലത്തിനകത്താക്കി വിൽക്കുന്ന ആൾക്കാർ നമ്മുടെ പേര്. അപ്പുറ സൈഡിലുണ്ടോ എമു കിടക്കുന്നു. എന്തൊരു വാടായി എമുവിന്. വാട. ഇത് കുളിക്കാത്ത എമു ആണ്, ഭയങ്കര വാട. എമ്മുവിനെ കണ്ടിരിക്കുകയാണ് നമ്മൾ. എമു, ഒട്ടകപ്പക്ഷി എല്ലാം ഉണ്ട്. അതാണ്ട് ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഹൈനയുണ്ട്, ഹൈന. നമ്മുടെ വിജയ് അണ്ണന്റെ സാധനം. കാട്ടിലെ പട്ടി, കാട്ടുനായി. കുറുനരി കുറുനരി. അയ്യോ കുറുനരി എന്നെ കണ്ടു. ഹൈന എന്തേ? കാട്ടുപട്ടി കിടക്കുന്നു. സുബ്രഹ്മണി. ഒരു പട്ടിയുടെ കൂടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. വൈൽഡ് ഡോഗ്. സുബ്രഹ്മണി. വിജയുടെ സിനിമയ്ക്കകത്ത് വിജയ് വളർത്തിയ സാധനം. തക്കടി കാട്ടും കാറുമ്പൻ ദാ വരുന്നു. കണ്ടൊരു കാട്ടിലെത്തി. ഇതെന്തിനാ മുന്തിരി കണ്ടു കൊടുത്തു? ഇവിടെയൊക്കെ കിടക്കുന്ന കുറുക്കന്മാര്. ഇതാണ് കുറുക്കൻ. ഇതാണ് മുന്തിരി കണ്ടിട്ട് മേളോട്ട് ചാടിയ കുറുക്കൻ. മുന്തിരി പുളിയാന്ന് പറഞ്ഞ കുറുക്കൻ ദാ ഓടി നടക്കുന്നു. അതായത് ഇപ്പൊ പൊട്ടാമസ് ഇവിടെ കിടക്കടാ. തലൊന്നും പോക്കടാ. ആ പന്നി. അതുകൊണ്ട് ഇവിടെ മാൻ കിടക്കുന്നു. മാൻ. ഇത് കാട്ടുമാന. സ്വർണ്ണ മത്സ്യ കന്യക. ആ പുള്ളിമാൻ കിടാവാണ് ഇവിടെ. എന്റെ കിടാവിനെ ഒന്നും കാണുന്നില്ല. എല്ലാം മുതുക്കം മാന. ഈ ഇറച്ചി തിന്നാൽ ഭയങ്കര കട്ടിയായിരിക്കും. ഇച്ചിരിയുടെ ഇളം മാനിന്റെ ഇറച്ചി വേണം. ഇതാണ് സിംഹത്തിന്റെ തീറ്റി മാൻ. അത് ഗർഭിണിയാണ് മാൻ കേട്ടോ. ഇത് ഗർഭിണി മാനാണ്. അതിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലേ. അത് കഞ്ഞിവെള്ളം കുടിച്ച് വയറ് വീർത്താം. ഇതാണ് പുള്ളിമാൻ. ഇത് പുളിയരിയും പിണ്ണാക്കും ഒക്കെ തിന്നിട്ട് അവിടെ നിൽക്കുകയാണ്. ചേമ്പിന്റെ വലിപ്പം നോക്കിയേ. മാൻ കടിച്ചു തിന്നായിരിക്കാൻ ആ മരത്തിന് ചുറ്റും നെറ്റ് ഇട്ടേക്കോ. തൊലി തിന്ന് മരമൊക്കെ ഉണങ്ങി പോവല്ലേ. ഇത് നമ്മുടെ കുഞ്ഞാനകളാണ്. ഇതിന്റെ തള്ളയും തന്തയെന്നൊക്കെ എവിടാന്ന് അറിയത്തില്ല. എല്ലാം കുഞ്ഞാനകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ. ഗജകേസരി യോഗത്തിൽ ഇന്നസെന്റ് മേടിച്ച ആന ഇതല്ല, ചെറുത്. സിംഹരാജൻ. ജ്ഞാനം ദേയം നരസിംഹം ധർമാർത്ഥമോക്ഷം നരസിംഹം. കൊരങ്ങ്. ഇത് ആൺസിംഹമാണല്ലോ. 2 പെൺസിംഹം ഇല്ലയോ? രാമെന്ന് പറഞ്ഞ ഒരാൾ വരും. അപ്പൊ ആരെ കാണാടുന്ന വെച്ച് ജ്ഞാനം ദേയം നരസിംഹം. ഇത് സാമ്പാർ തോണ്ട വെക്കും. സാമ്പാർ ആയാലും അവിയലായാലും
ഇതാണൊരു പുള്ളിപ്പുലി ഇരിക്കുന്നു. ഇതിനെ തുറന്നിട്ട് ഈ മരത്തേക്കൂടൊക്കെ ചാടി വരുന്നതുകൊണ്ട് അവര് കൂട്ടിനകത്ത് അടച്ചിട്ടേക്കും. മൂന്ന് പുള്ളിപ്പുലി, അപ്പൊ മൊത്തം 4 ഉണ്ട്. വേണ്ട കാട്ടുപൂച്ച. ഇതിനെയാണ് നമ്മൾ പൊരിച്ച് തിന്നുന്നത്. ഇതിനെ കണ്ട ഡമ്മി പോലെ ഇരിക്കുമെങ്കിൽ ഇത് ഒറിജിനൽ. കണ്ടിട്ട് ഡമ്മി പോലെ ഇരിക്കുമെങ്കിൽ ഇത് ഒറിജിനലാണ്. ഈ കുരങ്ങനാണ് പണ്ട് ഹൃദയം കൊടുക്കാന്ന് പറഞ്ഞ് മുതല കൊണ്ടുപോയ കുരങ്ങിതാ. കണ്ട ഇവന്റെ ഹൃദയത്തിന് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് ഈ മുതല ഇതിന്റെ പുറത്ത് കയറ്റി കൊണ്ടുപോയായിരുന്നു. ഇത് സാധാ മുതലല്ലേ, ചീങ്കണ്ണി മുതലേ. ഇതെല്ലാം മയില് പോലുള്ള കുറെ സാധനങ്ങൾ. മയില് വേറൊരു മയിലായി പറന്നു. ഈ നീലക്കിളി ഒരെണ്ണത്തിനെ നമുക്ക് വളർത്താം. ഇത് മയിലിന്റെ കൂടിന്റെ അടുത്ത് കിടന്നുകൊണ്ടാണ് ഈ കളർ ഇതിന് കിട്ടിയത്. ഇതിന്റെ അച്ഛൻ മയിലാകാൻ സാധ്യതയുണ്ട്. അല്ലത് അതിനെ മടി വെച്ചോണ്ട് ഒരെണ്ണത്തിനെ മടി വെച്ചോണ്ടിരുന്നിട്ടാ മറ്റേത് നോക്ക്. പൊന്നുണ്ണി പറയുവാണേ അമ്മച്ചീനെ പോലെ മുതലുണ്ട് ഇതിനകത്ത്. കണ്ടോ ഒരു മുതല ഒരു കൊക്കിനെ പിടിക്കാനായിട്ട് പതുങ്ങിയിരിപ്പുണ്ട്. ഓ മണ്ടൻ മുതലേ അപ്പുറത്തെ സൈഡിലല്ലടാ, ഇപ്പുറത്താടാ. പിടിക്കുമോ ഇല്ലയോ? സമർപ്പണ എന്താ രോമാഞ്ചം വന്ന കിളിയോ? കേട്ടോ. നെറ്റിയിൽ പൂള്ള സ്വർണ്ണച്ചിറകുള്ള അങ്ങനെ നമ്മൾ ഇവിടെ മൃഗങ്ങളെ പക്ഷികളെല്ലാം കണ്ടിട്ട് ഇറങ്ങുകയാണ്. പാമ്പിനെയൊക്കെ കണ്ടിട്ട് നടന്ന് ക്ഷീണിച്ച് കുഴഞ്ഞ് 100 രൂപയ്ക്ക് മുതലാക്കി നമ്മൾ മറ്റേ 240 രൂപ കൊടുത്ത് മറ്റേ ലവൻ്റെ കൊട്ടാരം കണ്ട പോലല്ല, ഇത് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇത് സുഖമായിട്ട് കയറി കാണാം. ബസ്സിനകത്തും ജീപ്പിനകത്തും ഒന്നും ഇതിനകത്ത് കയറണ്ട, വെറുതെ പൈസ പോകും. 100 രൂപയുടെ കാര്യമുള്ളൂ. നടന്ന് കാണാം, അല്ല അതിനകത്തുനിന്ന് ഒരു 100 രൂപയുടെ വണ്ടിയുണ്ട്. എങ്ങനെ വേണേലും കാണാം. ഓ ബൈ ഞങ്ങൾ തിരിച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ സൂവിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് വന്നിരിക്കുകയാണ്. വില കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാവുന്ന കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ ആ സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വില കുറഞ്ഞതും ബ്രാൻഡഡുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഉള്ളതാണെന്ന് നമ്മൾ നോക്കിയിട്ട് പറയാം. രണ്ട് സൈഡിൽ ഇഷ്ടംപോലെ കടകളാണ്. നമ്മളിവിടെ ഫുൾ ഓഫ് കടകളാണ്. വളകൾ, കമ്മലുകൾ, ചെരുപ്പുകൾ. ഇവിടെയുള്ള മിക്ക കടകളും നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറേ കടക്കാർ നമ്മളോട് എടുക്കണ്ട എന്ന് പറഞ്ഞു. ഇതാണ് കൊമേഴ്സ്
കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ചെരുപ്പ് കടയുണ്ട്. ഇവിടെ എല്ലാം വില കൂടുതലാണ്. നമ്മുടെ ഓച്ചറയിൽ ഇതിലും വില കുറച്ച് കിട്ടും. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും വില കൂടുതലാണ് കേട്ടോ. ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഈ ചെരുപ്പുകൾ കടകൾ അടുപ്പിച്ച് പിന്നെ കുറേ ചെരുപ്പ് കടകളാണ്. അതേപോലെ തുണിക്കട വരുമ്പോൾ അടുപ്പിച്ച് തുണിക്കടകളാണ്. ഇതിൻ്റെ വേറെ സൈഡിലാണ് ഇതെല്ലാം ഫുള്ള് ലേഡീസിൻ്റെ ചെരുപ്പും തുണികളും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ജെൻസിൻ്റെ വരുന്നത്. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും മഴ പെയ്തപ്പോഴത്തേനും കുറേ കടകൾ അവർ ഈ ടാർപ്പായൊക്കെ വെച്ച് മൂടിയിട്ടിരിക്കുകയാണ്. ഇതിനകത്തോട്ട് കയറിയാൽ നമുക്ക് ദിക്കെല്ലാം തെറ്റിപ്പോവും. 4 സൈഡിലോട്ടും കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കയറി തെറ്റിപ്പോയി. പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് കാറ് കിടന്നിടത്തൊക്കെ തിരിച്ചെത്തിയത്. പെമ്പിള്ളാറ ഇരിപ്പാണ്. മുഴുവൻ ചെരുപ്പുകളാണ്. ഇത് ആ സ്ട്രീറ്റിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡാണ്. ഇവിടെ ഈ ബ്രാൻഡഡ് സ്റ്റോറുകളാണ് മൊത്തം. ബ്രാൻഡഡ് ഐറ്റങ്ങളുള്ള സ്റ്റോറുകളാണ് മൊത്തം ഉള്ളത്. ഇതാണ് ശിവാജി നഗർ. ഇവിടാണ് വിലക്കുറവുകളുണ്ടെന്ന് പറയുന്നത്. കണ്ടോ ശിവാജി നഗർ. നമ്മളിപ്പോൾ ഉള്ളത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ ശിവാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട്. ഇപ്പോൾ വരുന്നവർ ഇവിടെയും കൂടെ വന്നിട്ട് പോകണം. ഇവിടെ എല്ലാം 100 രൂപ തൊട്ട് 50 രൂപയുടെയൊക്കെ തൊട്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ട്. ചെരുപ്പൊക്കെ 100 രൂപ തൊട്ടുണ്ട്. ഇതാണ് ശിവാജി നഗർ. ശിവാജി നഗറിൽ വന്നാൽ വെറും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സമയം പോകാനായിട്ട് ഞങ്ങൾ ഒരുമിയും കളിക്കുകയാണ്. വൈകിട്ട് 6 മണിക്കേ ഉള്ളൂ ബസ്. ബാംഗ്ലൂർ ബസ് കിട്ടാത്തപ്പോൾ മുതുകൂത്താണ്. പൊന്നുണ്ണി മലയുടെ മുകളിൽ ചെന്നിട്ട് എന്താ ചെയ്യും? ഹലോ, അങ്ങനെ ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ട്രെയിനിൽ തിരിച്ചിവിടെ എത്തി. ബസ്സിൽ എറണാകുളം വരെ വന്നിട്ട് അവിടുന്ന് കായംകുളത്തോട്ട് ട്രെയിനിലെത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കായംകുളം എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.